സർ നമസ്കാരം. നമസ്കാരം. ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച ഇപ്പോഴും തട്ടിത്തടഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഡൽഹിയിൽ നിന്നും വിശ്വാസയോഗ്യമായ ചില വാർത്തകൾ കൂടി നമുക്ക് കിട്ടുന്നു. സാറും ഇതിനോടകം അതറിഞ്ഞിട്ടുണ്ട്. പുതിയൊരു ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് KC വേണുഗോപാൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവിടെ നിന്ന് മാറാൻ അദ്ദേഹം താല്പര്യം കാണിക്കുന്നില്ല. ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി താൻ ആകും എന്ന് പറയുന്നു. കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. VD സതീശനാണ് ജനകീയ പിന്തുണ എന്നുള്ള കാര്യവും കേന്ദ്ര നിരീക്ഷകർ അവിടെ കേന്ദ്ര കമ്മിറ്റിയെ ഖാർഗെ അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും അവകാശവാദങ്ങളുമായി സീനിയോറിറ്റിയുമായി പ്രവർത്തനപരിചയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൊട്ടു പിന്നിലുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നു, ധനകാര്യ വകുപ്പ് VD സതീശന് കൊടുക്കുന്നു, ഉപമുഖ്യമന്ത്രി പദം കൂടി അദ്ദേഹത്തിന് കൊടുക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തി എന്നാണ്. അത് VD സതീശൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിലാണ് പറയപ്പെടുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുക്കണം. എന്നാൽ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ താൻ സ്വീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ VD സതീശൻ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിൽ കൃത്യമായൊരു സ്ഥിരീകരണം VD സതീശൻ നടത്തിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം നടക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള വഴി തെളിയുന്നു എന്ന് പറയുമ്പോൾ VD സതീശൻ പച്ചക്കൊടി കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞതൊന്നും സ്വീകരിക്കാൻ താൻ തയ്യാറില്ല, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് താൻ തയ്യാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനിടയിൽ മുസ്ലിം ലീഗിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി. ഇനി ഇത്തരത്തിൽ വിവാദങ്ങളുള്ള മന്ത്രിസഭയിലേക്ക് തങ്ങൾ ഇല്ല എന്ന് തന്നെ അവരുടെ ഒരു അഭിപ്രായം വരികയും അതേ തുടർന്ന് KC വേണുഗോപാലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു ആഗോള വ്യവസായി മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കളുമായി കുഞ്ഞാലിക്കുട്ടിയൊക്കെയുമായി ഒരു ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ലീഗ് മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ഒരു തീരുമാനം തത്വത്തിലായിട്ടുണ്ട് എന്നറിയുന്നു. എന്നാൽ VD സതീശൻ ഉപമുഖ്യമന്ത്രി പദം ചോദിച്ചു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി പദം നൽകുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു വച്ചിരുന്നതാണ്, ലീഗിൻ്റെ സീറ്റ് നില അനുസരിച്ച് 5 മന്ത്രിമാരെങ്കിലും ലീഗിന് കൊടുക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ ഉപമുഖ്യമന്ത്രി പദം കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും എന്ന് നേരത്തെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ VD സതീശന് ഉപമുഖ്യമന്ത്രി പദം കൊടുക്കാൻ സാധ്യതയില്ല. രമേശ് ചെന്നിത്തലയാവട്ടെ അദ്ദേഹം വഴങ്ങാതെ അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, സാർ ഇത്തരം വാർത്തകൾ വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത? മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ എല്ലാവരുടെയും പാർശ്വവർത്തികളുമായി സാർ സംസാരിക്കുകയുണ്ടായി. ഇതിൽ നിന്നും കൃത്യമായൊരു വിവരം എന്താണ് സാറിന് കിട്ടിയത്? കുരങ്ങനെ പൂമാല കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഇപ്പോൾ ഭരണം കൈ കിട്ടിയപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിൻ്റെ അല്ല, കേരള കോൺഗ്രസിൻ്റെ അല്ല, കേരളത്തിലെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ അല്ല, ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇതിനൊക്കെ കാരണക്കാരൻ ഒരാൾ KC വേണുഗോപാലാണ്. അദ്ദേഹം ഇങ്ങനെ പലതരത്തിൽ അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പലതരം ഫോർമുലകൾ ഓരോരുത്തരോടും പറയിപ്പിക്കുന്നു. ആ ഫോർമുലകൾ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരണം നടക്കുന്നു. അതിന് KC വേണുഗോപാൽ തന്നെയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് എല്ലാവരും VD സതീശൻ അതുകൊണ്ട് തീർപ്പായി. അതുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നു. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും പ്രശ്നമായി. അതുകൊണ്ട് മുഖ്യമന്ത്രി KC വേണുഗോപാൽ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ധനകാര്യമന്ത്രി ആൻഡ് പോർട്ട്ഫോളിയോ ലോ മിനിസ്ട്രി അടക്കമുള്ള കാര്യങ്ങൾ VD സതീശൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് ധനകാര്യ വകുപ്പ് കൊടുക്കുന്നു, അതേപോലെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കില്ല എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ KC വേണുഗോപാൽ പ്രചരണ സമയത്ത് ക്രിസ്ത്യൻ ബിഷപ്പുമാരുമായി സംസാരിക്കുകയും ഒരിക്കലും ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കാം, അങ്ങനെ ലീഗിനെയും സെറ്റിൽ ചെയ്യാം എന്നുള്ള ചർച്ചകൾ നടന്നു. റവന്യൂ വകുപ്പ് കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം വ്യാപകമായ രൂപത്തിൽ അഴിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ശരിയല്ല. ഇതുവരെ യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും VD സതീശൻ റെഡിയായില്ല എന്നാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നൊരു കാര്യം, 5 വർഷം ഒരാളുമില്ലാത്ത രൂപത്തിൽ നിന്നപ്പോൾ
തകർന്ന് തരിപ്പണമായ മുന്നണിയെ ഒറ്റക്കെട്ടായി നിർത്തി ഓരോ ഇലക്ഷനിലും കൃത്യമായി പ്രവർത്തിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നെ എന്താണോ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഏൽപ്പിച്ചത് ആ ദൗത്യം പൂർത്തിയാക്കി പ്രതിപക്ഷത്തെ ഭരണപക്ഷമാക്കി അത് വിജയിപ്പിച്ച് കയ്യിൽ കൊടുത്തപ്പോൾ തിരിച്ച് എനിക്ക് നൽകേണ്ടത്, അതിൻ്റെ ചീഫായിട്ടുള്ള നേതൃത്വം നൽകിയ എനിക്ക് നൽകേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇത് ധാർമ്മികമല്ലേ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, ജനങ്ങളുടെ വലിയ പിന്തുണ ഇതുവരെ കാണാത്ത വിധത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും, പ്രത്യേകിച്ച് CPM അണികളുടെയും BJP അണികളുടെയും നിഷ്പക്ഷരായ ആളുകളുടെയും സാംസ്കാരിക നേതാക്കന്മാരും സാഹിത്യകാരന്മാരുടെയും സിനിമാക്കാരുടെയും അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും VD സതീശൻ അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ നേതാവിന് ഇതുവരെ കിട്ടാത്ത, മുമ്പൊക്കെ VS അച്യുതാനന്ദന് ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് ശക്തിയിലുള്ള പിന്തുണയാണ് VD സതീശന് കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പരസ്യമായി സിനിമക്കാർ പ്രതികരിക്കുന്നു, പരസ്യമായി സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു തരത്തിലും പിന്നോട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം പടം നയിച്ചത് VD സതീശനാണ്. അതുകൊണ്ട് നായകത്വം VD സതീശനാണ്. കെട്ടിയേൽപ്പിച്ചിട്ട് പുതിയൊരു ഇലക്ഷൻ, 2 ഇലക്ഷനാണ് ഇവിടെ വരുന്നത്. ആ ഇലക്ഷനിൽ KC വേണുഗോപാൽ ജയിക്കുമെന്ന് എന്താണ് ഉറപ്പ്? 6 മാസം കൊണ്ട് ഇവിടെ എന്തൊക്കെ അട്ടിമറികൾ നടക്കുമെന്ന് പറയാൻ പറ്റുമോ? മുമ്പ് DIC വന്ന ശേഷം മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി DIC നിന്നും മാറി കോൺഗ്രസിലെത്തിയ ശേഷം അദ്ദേഹത്തെ മന്ത്രിയാക്കിയ ശേഷം വടക്കാഞ്ചേരിയിൽ മത്സരിച്ചപ്പോൾ അവിടെ തോറ്റു തൊപ്പിയിട്ട ചരിത്രമുണ്ട്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും സുരക്ഷിത കോൺഗ്രസ് മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ തോറ്റു തൊപ്പിയിട്ട ഒരു ചരിത്രമുണ്ട്. അതേ ചരിത്രം ഇവിടെയും ആവർത്തിക്കണോ? കാരണം കോൺഗ്രസിന് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് അവസാനം കർണാടകയും അതേപോലെ തെലങ്കാനയും മാത്രമാണ് കയ്യിലുള്ളത്. ഇനിയിപ്പോൾ കേരളം കിട്ടിയ സ്ഥലം കൂടിയും അവസാനിപ്പിക്കണോ? മറ്റ് 4 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നിട്ടും അവിടെയൊന്നും കോൺഗ്രസിൻ്റെ ഒരു തരി പോലുമില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശും പഞ്ചാബും അതേപോലെ രാജസ്ഥാനും എല്ലാം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണെങ്കിലും അവിടുത്തെ ഇതുപോലെയുള്ള വേണുഗോപാലിൻ്റെ KC വേണുഗോപാലിൻ്റെ പിടിപ്പുകേട് കൊണ്ട് അവിടെ എല്ലാം തകർന്നു പോയി. ഇനിയും അതുപോലെ തകരണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് വളരെ വളരെ ശക്തമായ രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ പിന്തുണ 100% ഉണ്ടെന്ന് മനസ്സിലാക്കി, VD സതീശൻ്റെ നിലപാട് മനസ്സിലാക്കി, VD സതീശനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ചയില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10,000-ങ്ങളാണ് പല സ്ഥലത്തും ഒഴുകി പ്രകടനമായി എത്തുന്നത്. അത് വലിയ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ADGP വെങ്കടേഷ് ഇന്ന് ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP വെങ്കടേഷ് ഇന്ന് VD സതീശനെ ക്ലിഫ് ഹൗസ് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കാണുകയുണ്ടായി, കണ്ടോൺമെന്റ് ഹൗസിൽ ചെന്ന് കാണുകയുണ്ടായി എന്നുള്ള കാര്യമാണ് ഏറ്റവും പുറത്തു വന്നത്. അതിന്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ADGP വെങ്കടേഷ്, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള വെങ്കടേഷ് ഇന്ന് VD സതീശനെ സന്ദർശിച്ചത് കേരളത്തിൽ വലിയ തോതിൽ ക്രമസമാധാനം തകരാൻ പോകുന്നു. VD സതീശന്റെ അനുയായികൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങാൻ പോകുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ട രംഗമല്ല, വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു ജനങ്ങൾ. അത് എല്ലാ മേഖലകളിലുള്ള ജനങ്ങൾ ഇറങ്ങുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യാനായി വെങ്കടേഷ് എന്ന് VD സതീശനെ കണ്ടത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയതുകൊണ്ടോ ഇത്തരത്തിലുള്ള ഓഫർ നടത്തിയതുകൊണ്ടോ VD സതീശൻ വിട്ടുവീഴ്ചയിൽ തയ്യാറാവില്ല. നേരത്തെ ഇതേപോലെ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് അദ്ദേഹം കൃത്യമായി ഒന്നും വേണ്ട എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുകയും അവസാനം എല്ലാവരും ഉപേക്ഷിച്ച പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്ത് കേരളത്തിൽ ഭരണത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസിന് ആര് രക്ഷിക്കും എന്നുള്ള അവസ്ഥയിലാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഏൽപ്പിച്ചത്. ഭംഗിയായി നിർവഹിച്ച ശേഷം അവസാനം അദ്ദേഹത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് VD സതീശൻ നിൽക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. MLA-മാരുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രം ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അതും മത്സരിക്കാത്ത ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത അഹോരാത്രം പ്രയത്നിച്ച് 102 സീറ്റോടുകൂടി UDF-ന് അധികാരത്തിലേക്ക് കൊണ്ടുവന്ന VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയുകയാണെങ്കിൽ കേരളം കത്തുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പ്രകടനങ്ങൾ നടക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനിയും VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഒരു
സ്ഥിരീകരണം വന്നിട്ടില്ല, അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞു കൂടുതൽ മറ്റൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിലേക്ക് തന്നെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹകരണത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും അത് കോൺഗ്രസിൻ്റെ നിലയെ കാര്യമായി ബാധിക്കും. എന്താണ് നടക്കുക എന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.